ഹായ് ഗൈസ്, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷീഹാൻ സിൻഡ്രോമാണ്. അത് പോസ്റ്റ്പാർട്ടം ഹെമറേജ് ആണ് അതിൻ്റെ കേസ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഡാമേജ് ആവും. BP നോർമൽ ആയിരിക്കും ഈ പേഷ്യൻസിൽ. ഫസ്റ്റ് ഹോർമോൺ ടു ഡിക്രീസ് ഗ്രോത്ത് ഹോർമോണാണ്. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിന് നമ്മൾ ഡെക്സോമെഥസോണാണ് കൊടുക്കുന്നത്. ലൈഫ് ലോങ് T4 ഹോർമോൺ കൊടുക്കണം. ഓക്കെ. ഹൈപ്പോ കാൽസ്യമീയയിൽ ECG ചേഞ്ചസ് ഉണ്ടാവും. അത് QT ഇൻക്രീസ് ആയി ചെയ്യുക. പിന്നെ കാൽസ്യം ലെസ് പ്രൊലോങ്സ് QT. മാനേജ്മെൻറ്റ് 10% കാൽസ്യം ഗ്ലൂക്കോണേറ്റ്. ഹൈപ്പർ കാൽസ്യമീയയിൽ QT റിഡക്ഷൻ ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കുക. ഇനി ആനയൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സോഡിയത്തിൻ്റെ എമൗണ്ട് മൈനസ് ക്ലോറൈഡ് പ്ലസ് ബൈകാർബണേറ്റ് ആണ്. നോർമൽ വാല്യൂ വരുന്നത് 8-12 ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതിന് നമുക്ക് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നല്ലപോലെ വരാറുണ്ട്. മെറ്റബോളിക് അസിഡോസിസ് വിത്ത് ഹൈ ആനിയൺ ഗ്യാപ്പ്, അതായത് മോർ ദാൻ 12. അതിനുള്ള കോഡാണ് മഡ് പൈൽസ് എന്നാണ്. അതിൽ M ഫോർ മെത്തനോൾ, U ഫോർ യുറീമിയ, D ഫോർ ഡയബറ്റിസ് മെല്ലിറ്റസ്, P ഫോർ പാരസെറ്റമോൾ, I ഫോർ ഐസോനിയാസിഡ്, L ഫോർ ലാക്റ്റിക് അസിഡോസിസ്, E ഫോർ എഥിലിൻ ഗ്ലൈക്കോൾ, S ഫോർ സാലിസിലേറ്റ്. ഓക്കെ. അതായത് മെത്തനോൾ, യുറീമിയ, മഡ് പൈൽസ്. ഓക്കെ. മെത്തനോൾ, യുറീമിയ, ഡയബറ്റിസ് മെല്ലിറ്റസ്, പൈൽസ് എന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ, ഐസോനിയാസിഡ്, ലാക്റ്റിക് അസിഡോസിസ്, എഥിലിൻ ഗ്ലൈക്കോൾ, സാലിസിലേറ്റ്സ്. ഓക്കെ.